നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ കമ്മികൾക്ക് കുരു പൊട്ടിയെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ പ്രൊഫൈലിൽ നിന്നും പലതരത്തിലുള്ള കരച്ചിലുകളും പുറത്തു വന്നിരുന്നു. അതിലൊന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ക്രിസ്തുദേവന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. BJP നിയുക്ത MP സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത് വെച്ചാണ് ഇവർ യേശുവിന്റെ ചിത്രം പ്രചരിപ്പിക്കുന്നത്. ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസ് ആണ് ഇതിന് പിന്നിൽ. ഇപ്പോൾ റെജി ലൂക്കോസിന്റെ പോസ്റ്റിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷോൺ ജോർജ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. CPM നേതാവ് റെജി ലൂക്കോസിൻ്റെതായി ഈ പോസ്റ്റ് കാണുവാൻ ഇടയായെന്നും ഒട്ടനവധി അന്തം കമ്മി സുഡാപ്പി പ്രൊഫൈലുകൾ പ്രചരിപ്പിച്ച ഒരു ഫോട്ടോയാണിതെന്നും അവരോടെല്ലാമായി എനിക്ക് പറയാനുള്ളത് ചുവടെ ചേർക്കുന്നു. ഞാൻ എല്ലാ കാലവും എൻ്റെ പിതാവിൽ നിന്നും വിപരീതമായ വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള തലവഴിത്തരങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ രണ്ടെണ്ണം പറയാൻ PC ജോർജിൻ്റെ ശൈലി കടമെടുക്കുന്നുവെന്നും പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങിയത്. ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന ഇടതുപക്ഷത്തിന്റെ അവസരവാദ പെരുമാറ്റത്തിനെതിരെ കണക്കിന് കൊടുത്തിട്ടുണ്ട് ഷോൺ ജോർജ്. തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ മറ്റേതെങ്കിലും സമുദായത്തെ വെച്ച് ഇങ്ങനെ ഒരെണ്ണം പടച്ചുവിട്ടിട്ട് വീട്ടിൽ കിടന്നുറങ്ങുവാൻ സാധിക്കുമോ എന്ന് നോക്കെന്നും അദ്ദേഹം പറഞ്ഞു. ഇവന്റെയൊക്കെ വലിയ നേതാവ് പിണറായി ഇന്ന് വിഭ്രാന്തി പൂണ്ട് ഇടത് സഹയാത്രികനായ കുർലോസ് പിതാവിനെ വിവരദോഷിയെന്ന് വിളിക്കുന്നു. പണ്ടൊരിക്കൽ നിർഗിഷ്ടജീവി പ്രയോഗവും നടത്തിയതും പിണറായി തന്നെ. ക്രിസ്ത്യാനി തൻ്റെ ഇടത്തോടെ ഒരു നിലപാടെടുത്തപ്പോൾ ഇവനൊക്കെ പൊള്ളി. എല്ലാ കാലവും ഇവൻ്റെയൊക്കെ വൺ സൈഡ് മതേതരത്വം പറച്ചിലും പ്രീണന രാഷ്ട്രീയവും ബാക്കിയുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങി പഞ്ചപുച്ഛമടക്കി നസ്രാണികൾ നിന്നിരുന്ന കാലമൊക്കെ കഴിഞ്ഞു സഖാവേ എന്ന് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഷോൺ ജോർജ്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളാൽ നിർമ്മിച്ച് മുസ്ലിം ഉന്നമനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ലീഗുകാർ ജയിച്ചാൽ അത് മതേതരത്വവും, സുരേഷ് ഗോപി ജയിച്ചാൽ അത് വർഗീയതയും. എന്തൊരു നാണം കേട്ട തരം താഴ്ന്ന വർഗീയ പ്രീണനമാണെന്ന് ഏതൊരു സാധാരണക്കാരും ഇടതുപക്ഷത്തോട് ചോദിച്ചു പോകും. ഒരു സമുദായത്തിന്റെ ചെറിയൊരു ശതമാനം വരുന്ന തീവ്രവാദികളെ സുഖിപ്പിക്കുവാൻ ഹമാസ് ഐക്യദാർഢ്യങ്ങളും ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളെ ആക്ഷേപിക്കുന്നവർക്ക് പ്രശസ്തി പത്രങ്ങൾ നൽകി ആദരിക്കലും നടത്തിയപ്പോൾ ഒന്നും നിങ്ങൾ വിചാരിച്ചില്ല നസ്രാണികൾ ഇങ്ങനെ ഒരു പണി തരുമെന്ന്. സുരേഷ് ഗോപി അധിക്ഷേപിക്കാവുന്നതിന്റെ പരമാവധി നിങ്ങൾ അധിക്ഷേപിച്ചു. ആ മനുഷ്യൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചില്ല. പക്ഷെ നിങ്ങളുടെ നെഞ്ചു പിളർക്കുന്ന വിജയം കൊണ്ടാണ് നിങ്ങൾക്ക് മറുപടി തന്നത്. ബാലറ്റിലൂടെയുള്ള രണ്ടാം വിമോചന സമരത്തിന്റെ ആരംഭമാണ് തൃശ്ശൂരിൽ നടന്നത്. ആ വിജയത്തിൽ EMSനെ വലിച്ചു താഴെയിട്ടവരുടെ പിൻതലമുറയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. EMSലും വലുതല്ലല്ലോ പിണറായി എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. 95% പാവങ്ങളും 95% സ്ത്രീകളും 95% ക്രൈസ്തവരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു. അത് സുരേഷ് ഗോപിയുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ വീട്ടിലിരുന്ന് തിന്നുകൊണ്ടിരുന്നാൽ ആരും വിജയിപ്പിക്കില്ല. അതിന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. അല്ലാതെ തോറ്റിട്ടിങ്ങനെ അലമുറയിട്ടിട്ടും ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.